അഗൈൻ ഗുഡ് ഈവനിങ് ടു എവറി വൺ. യൂട്യൂബ് രാവിലെ തന്നെ കാണുന്നവർക്ക് ഗുഡ് മോർണിംഗ് ടു എവറി വൺ. ആഫ്റ്റർനൂൺ കാണുന്നവർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ ടു എവറി വൺ. ഈവനിങ് കാണുന്നവർക്ക് വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ടു എവറി വൺ. എല്ലാവരും നമ്മൾ സമഭാവനയിലൂടെ കാണുന്നു, സമത്വത്തിലൂടെ കാണുന്നു. അപ്പൊ എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുകയാണ്. ഓണാശംസകൾ നേരുകയാണ്. ഓണാഘോഷത്തിന്റെ പ്രത്യേകത, ഓണത്തിന്റെ പ്രത്യേകത നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ നാളത്തെ സെഷൻ ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ഓണം എന്തിനാണ് നമുക്ക് ഇത്രയും പ്രാധാന്യം, എങ്ങനെയാണ് നമുക്ക് ഇത്രയും പ്രാധാന്യമുള്ളത്, ഓണത്തിന്റെ ഐതിഹ്യം, ഓണത്തിന്റെ പ്രതീകം എന്താണ്, എന്താണ് ഓണം നമുക്ക് നൽകുന്ന സന്ദേശം, എന്തുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്ന നമ്മൾ, മാറ്റം ആഗ്രഹിക്കുന്ന നമ്മൾ, മുന്നോട്ട് നേട്ടം ആഗ്രഹിക്കുന്ന നമ്മൾ, സമൃദ്ധി ആഗ്രഹിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് ഓണത്തെ സെലിബ്രേറ്റ് ചെയ്യണം, ഓണം നമ്മൾ ആഘോഷിക്കണം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം, അല്ലെ? അത് നാളെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഓണം ഇത്രയും ഭംഗിയായിട്ട് ആഘോഷിക്കേണ്ടത്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നാളത്തെ ക്ലാസ് നമുക്ക് പറയാം. ഇന്ന് നിങ്ങളെല്ലാവരും ആദ്യം തന്നെ ഇന്നലെ സംഭവിച്ച ഒരുപാട് ഹാപ്പി ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സന്തോഷ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇന്ന് യൂട്യൂബിന് താഴെ ഒരാൾ ഇട്ട കമന്റും കൂടി ഞാൻ കണ്ടു. അതും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. പുള്ളി എഴുതിയ കമന്റ് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലേ? നമ്മളെല്ലാം ഷെയർ ചെയ്യണം, നല്ലതും മോശവും ഒക്കെ ഷെയർ ചെയ്യണം. അതിൽ നിന്നും ആ പറഞ്ഞത് ഒരാൾ മോശം പറഞ്ഞാൽ അതിൽ എന്ത് നല്ലതുണ്ട് എന്ന് കൂടി പരിശോധിക്കണം എന്നുള്ളതാണ്, അല്ലെ? വളരെ ഒരാളിട്ട കമന്റാണ്, നീ ഈ പറയുന്നതൊന്നും അല്ലല്ലോ, താൻ തന്നെ പറ്റി ഒന്ന് പറയടോ, താൻ ഈ കാണുന്നതൊന്നുമല്ലല്ലോ, താൻ മുൻകോപിയും മറ്റെന്തോ കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷമാണ്. അങ്ങനെ ഒരാൾക്ക് എന്നെ ഈ കാണുന്ന അങ്ങനെ ഒരാൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് പറയാനില്ല. കാരണം മാലിന്യം ഉള്ളിടത്ത് ആരെ കണ്ടാലും അത് മാലിന്യമായിട്ട് മാത്രമേ അവർക്ക് അത് സംഭവിക്കുകയുള്ളൂ, അല്ലെ? മാലിന്യ കൂമ്പാരത്തിൽ എന്ത് പോയി വീണാലും അത് മാലിന്യം തന്നെയായിരിക്കും. പിന്നെ അവരോട് പിന്നെ ഒന്നും പറയാനില്ലല്ലോ നമുക്കല്ലേ, ഒന്നും പറയണ്ട. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അനുഭവം ഒന്ന് വിശദമാക്കാവുന്നു, കാരണം ആ അനുഭവം എത്രത്തോളം മാലിന്യം നിറഞ്ഞാണെന്ന് പുള്ളി ഒന്ന് അനലൈസ് ചെയ്തിട്ടെന്ന് പറഞ്ഞാണ്. ഇത് അങ്ങനെയുള്ള അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത്രയും കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നതാണ്. ഏതായാലും സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. കാരണം ഇത്രയും ആൾക്കാർ കാണുന്നു. അതിനുണ്ട് ഒരുപാട് ഞാൻ പറയുന്ന ഓരോ വാക്കുകൾ, കാരണം ഓരോ ആൾക്കാരും ഓരോ ആൾക്കാർക്കും മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞ തന്നെ, ദാറ്റ്സ് കറക്റ്റ് ജയപ്രകാശ്, അത് തന്നെ കറക്റ്റ്. അപ്പൊ അവരോടൊന്ന് പറയേണ്ട അത് തന്നെ, നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾ എന്താ, നമ്മൾ മാനിഫെസ്റ്റിന്റെ ഫണ്ടമെന്റൽ നിയമം തന്നെയാണ് അവിടെ ബാധകം എല്ലാവർക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് തന്നെയാണ് പുറമേയും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു, യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ, ചിന്തിച്ചില്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ക്ലാസ്സിൽ വളരെ സന്തോഷപൂർവ്വം എല്ലാവരും നല്ല നല്ല റിസൾട്ടുകൾ എടുക്കുന്നു. ഈവൻ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അടിവരയിട്ട് എഴുതി വെച്ചിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുകൾ, അതിലവർ അമേസിങ് മാറ്റങ്ങൾ വരുത്തുന്നു, അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നു. ഇന്ന് ഇറ്റലിയിൽ നിന്ന് 3-4 പേര് എന്നെ വിളിച്ചിരുന്നു. അവർക്ക് ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെയൊക്കെ ജീവിതാവസ്ഥ നമ്മൾ കാണുമ്പോൾ 8-10 വർഷമായിട്ട് നാട്ടിൽ പോലും വരാൻ പറ്റാതെ, എനിക്കറിയില്ല കോവിയാണോ എന്ന് എനിക്കറിയില്ല, ക്ലാസ്സിൽ വന്നിട്ടൊന്നും എനിക്കറിയുന്ന ഒരാളല്ല, ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 8-9 വർഷമായി നാട്ടിലൊക്കെ വരാൻ പറ്റാതെ ഇറ്റലിയിലൊക്കെ പോയി കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അതിനേക്കാൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഞാനത് ഓർക്കുമ്പോൾ ആലോചിച്ചു, ദൈവമേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ കാരുണ്യത്തെ, അത്രയും നിനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഇത്രയും വർഷങ്ങളായിട്ട് വരാൻ പറ്റുന്നില്ല, PR ഇല്ല, അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു നിൽക്കുന്നില്ല. അപ്പൊ അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയാണ്, മനസ്സുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, മനസ്സിലൂടെ അവരെ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ദൈവം അവർക്കെല്ലാം കൂടെ ഉണ്ടാവട്ടെ, കാരുണ്യം ഉണ്ടാവട്ടെ, ദൈവകൃപയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിൽ കിടക്കാം. ഇന്ന് എനിക്ക് ജയപ്രകാശ് പറഞ്ഞ് എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ്. ജയപ്രകാശ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞു പോയത്, എനിക്കത് വളരെ കുറേ നേരം ഞാൻ ഇന്ന് ആലോചിച്ചു. കാരണം ജയപ്രകാശ് ചോദിക്കുമ്പോൾ തന്നെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞൊരു മറുപടിയാണത്. ആ മറുപടി കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ്. ജയപ്രകാശ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്കെ,
ചെയ്തോ. ഹായ് സാർ, കേൾക്കണ്ട? വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നുണ്ടോ? ശരിയായിട്ടുണ്ടോ? ഇല്ല, പറ്റില്ല. ഓക്കെ, സംഭവം ഒന്ന്. സാറ് സാറിന്റെ യൂട്യൂബിലാണ് ഞാൻ ആദ്യം കണ്ടത് സാറിന്റെ ക്ലാസ് ഒക്കെ. അത് മുഖേനയാണ് സൂമിക്ക് വന്നത്. അന്ന് സാറിന്റെ ക്ലാസ്സിൽ 20 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് സാറിന് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു. ഞാൻ എന്റെ ആദ്യത്തെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, PSC എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എഴുതി February 7 എക്സാം പറഞ്ഞത്. ആ എക്സാം നടന്ന് അതിന്റെ ഒരു റിസൾട്ട് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പൊ കോടതി സ്റ്റേ ചെയ്തത്. അതിന്റെ എന്താ പറയാ, അതിന്റെ റിസൾട്ട് വരുന്നത് അവർ സ്റ്റേ ചെയ്തു ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ സാധാരണ 3 മാസമൊക്കെ ആവും ഒരു റിസൾട്ട് വരണമെങ്കിൽ. അത് സ്റ്റേ ആക്കി എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ എടുക്കണം. ഇപ്പോൾ സെപ്റ്റംബർ ആയി, കുറെ ഇങ്ങനെയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ സാറിനോട് ഡൗട്ട് ചോദിച്ചു. സാർ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ആ ഒറ്റ കാര്യം എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഒറ്റയ്ക്ക് ചെയ്താൽ നടക്കുമെന്നുള്ളത് ചോദിച്ചു ഈ ലോ പ്രൊട്ടക്ഷൻ. അപ്പൊ സാറ് പറഞ്ഞു ഒറ്റയ്ക്കായാലും നടക്കുമെന്ന് പറഞ്ഞു. അതിപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾ ചെയ്താൽ പോലും നടക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ സാറിന്റെ മെഡിറ്റേഷൻ ക്ലാസ്സിൽ കയറി. രാവിലത്തെ 5:30ക്കുള്ള മെഡിറ്റേഷൻ ക്ലാസ്സിൽ കയറി. അപ്പോൾ ഇന്റൻഷൻ ആണല്ലോ നമുക്ക്, അഫർമേഷൻ ഇന്റൻഷൻ. അതിനാ എഴുതിയിരുന്നത് ഇത് സ്റ്റേ മാറണം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതി. ഇപ്പോ ഒരു 20 ദിവസമായി എഴുതുന്നത്. സാറിന്റെ അന്ന് എന്ന് സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ മുടങ്ങാതെ അത് എഴുതിയിരുന്നു. എന്നും വരും. മെഡിറ്റേഷൻ ക്ലാസ്സിലായാലും അഫർമേഷനിലായാലും വന്നിരുന്നു. ആദ്യം വിശ്വാസം അല്ലെ എഴുതുമ്പോൾ, പിന്നെ അത് സ്വന്തമായിട്ട് വിശ്വസിച്ച് വന്ന് പിന്നെ ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ഈ ക്ലാസിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അവിടെ പോയി ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്ക്, നടക്കും എന്ന് പറഞ്ഞവരോട് പറഞ്ഞു. അവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് കിറുക്കാണൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇത് നടക്കുന്ന കേസല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിശ്വസിച്ചിരുന്നോ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് അറിയാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് പോവാണ് ഇങ്ങനെ അറിയാതൊക്കെ തന്നെ. അങ്ങനെ ഇന്ന് സെപ്റ്റംബർ 13 ആ സ്റ്റേ കോടതി പിൻവലിച്ചിട്ടുണ്ട്. അത് ഇനി റിസൾട്ട് വരും ഇപ്പോൾ അടുത്തായിട്ട് തന്നെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സാറാ ഒരു വാക്ക് പറഞ്ഞത് ഒറ്റയ്ക്ക് നടക്കുമെന്ന് വെച്ചപ്പോൾ അത് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സാർ ഒറ്റയ്ക്ക് നടക്കും എന്നുള്ളത്. ഇതിലത്തെ കുറച്ച് പേർക്ക് അറിയായിരിക്കും ആ കാര്യം പറഞ്ഞത്. സാറിന് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാ, ഒരുപാട് സന്തോഷമായി. കാരണം ആ സ്റ്റേ മാറി എത്രയോ മാസങ്ങളായിട്ട് ഇങ്ങനെ എടുക്കാൻ വിഷമായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ വരാത്തതിനൊക്കെ. ഒരുപാട് സങ്കടമായിരുന്നു. കാരണം ഫസ്റ്റ് എക്സാം ആയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ സന്തോഷമായി. താങ്ക് യു സാർ. താങ്ക് യു ജെഫി, യു ഡിസേർവ് ഇറ്റ്. അതാണ് ഇനി വരാനുള്ളത്. ഇതിനേക്കാളും അമേസിംഗ് ആയിട്ട് ജെഫിക്ക് വരാനുള്ളത്. അതിനാണ് ഞാൻ എന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, കസിന് പറഞ്ഞിരുന്നു അത് ഗ്രൂപ്പില്. ആ സിസ്റ്റർ ഇതുപോലെ തന്നെ എന്നോട് ചോദിച്ചു എന്താണ് ലോ പ്രൊട്ടക്ഷനെ പറ്റി ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു ഇതിനെ പറ്റിയിട്ട്. അപ്പൊ സിസ്റ്റർ ഇപ്പൊ 3 ദിവസം മുൻപ് ഇന്ന ആളുടെ കയ്യിൽ നിന്ന് പൈസ വേണമെന്ന് ഇങ്ങനെ വിഷ്വൽ ചെയ്തു. അപ്പൊ തൊട്ട് ഒരു 3 ദിവസം കഴിയുമ്പോഴേക്കും എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞേക്കണ് ആ ആള് തന്നെ വന്ന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞേക്കണ്. അപ്പൊ അത് ഞാൻ വണ്ടടിച്ച് പോയി. അത് കേട്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി, ഇങ്ങനെ നടന്നത്. ഇത് ശരിക്കും മിറാക്കിൾ സാറേ നടക്കുന്നത്. സാറിന് ഒരുപാട് നന്ദി സാറേ. ഞാൻ ഒരുപാട് നന്ദി. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കന്നെ പറഞ്ഞ് തീർന്നില്ല. എത്രയും നന്ദി, കടപ്പാടും. യൂണിവേഴ്സിറ്റിയോടായാലും അച്ഛൻ, അമ്മ, എന്റെ ബന്ധുക്കൾ എല്ലാവരും നന്ദി പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും താങ്ക് യു ഒരുപാട്. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിലൊക്കെ ഉണ്ട് ഞാൻ. അപ്പൊ അതുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവരും. താങ്ക് യു. ക്ലാസ് പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും അത് പ്രാക്ടീസ്, അച്ഛനും അമ്മയ്ക്കൊക്കെ ഹെൽപ്പ് ആവട്ടെ കേട്ടോ. അവരൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, കേൾപ്പിക്കുക. ഇനിയും ഐ എം എക്സ്പെക്ടിങ് മോർ റിസൾട്ട് ഫ്രം യു ആൻഡ് അമേസിങ് ചേഞ്ചസ് ഫ്രം യു. കാരണം നീ ആദ്യം വന്ന സമയത്ത് ആ ഓപ്പൺ പോയി സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് അത്രയും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അത് ഉണ്ടാവട്ടെ. അത് ആ ഒരു സ്ഥാനത്ത് എത്തിയതിനു ശേഷം നമുക്ക് പറയാം, യു വിൽ ബി അമേസിങ്. ഓക്കെ, താങ്ക് യു ജയപ്രകാശ്, താങ്ക് യു. ശില്പ പറഞ്ഞോളൂ. ശില്പ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. സർ ഗുഡ് ഈവനിങ് സർ. സാറേ ഞാൻ ഒരു 11 days ടെക്നിക്കകത്ത് ഒരു അഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് 3rd day ആയപ്പോ, അതായത് എനിക്കൊരാള് കുറച്ച് ക്യാഷ് തരാനുണ്ടായിരുന്നു. അപ്പൊ അത് എനിക്ക് വേണം, അത് എനിക്ക് ലഭിച്ചതിന് നന്ദി. ഇയാള് എനിക്ക് 20,000 റുപ്പീസ് തന്നതിന് നന്ദി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് ഞാൻ അഫർമേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് 2 days ആയപ്പോ തന്നെ അത് സാധിച്ചു കിട്ടി. അപ്പൊ ഞാൻ 11 days കണ്ടിന്യൂ ചെയ്യണോ സാറേ? മറ്റൊരു കാര്യത്തിന് കണ്ടിന്യൂ ചെയ്തോ, പുതിയൊരു കാര്യത്തിന് കണ്ടിന്യൂ ചെയ്തോ. അല്ല, നമ്മള് 11 days ടെക്നിക്ക് ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മള് 2 ദിവസമായപ്പോ അത് സാധിച്ചു കിട്ടിയെങ്കിൽ വീണ്ടും നമ്മൾ 11 days വരെ അത് കണ്ടിന്യൂ ചെയ്യണോ?
അതെ, ഈ പർട്ടിക്കുലർ റീസൺ വേണ്ടിയിട്ടായിരുന്നു 11 days പ്രാക്ടീസ് ചെയ്തത്. അതെ. അടുത്ത റീസണിലേക്ക് വരും. അടുത്ത റീസണിലേക്ക് പോകും. പിന്നെ സാറേ ഞാനത് മാനിഫെസ്റ്റ് ചെയ്തു. അന്ന് സാറിന്റെ ക്ലാസ് യൂട്യൂബിൽ നിന്ന് നോക്കിയെടുത്തിട്ട് ഞാനത് വീണ്ടും അത് വെച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അയാൾ പൈസ കൊണ്ട് തരുന്നതും അതിനുശേഷം എനിക്ക് ആ പൈസ കിട്ടുന്നതും ഞാൻ അതുകൊണ്ട് പർച്ചേസിന് പോകുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. അത് ഇന്ന് ആ പൈസ കിട്ടി. ഞാൻ അതേപോലെ തന്നെ പർച്ചേസ് ചെയ്തു. ഓണം പർച്ചേസ് ചെയ്തു. വെരി ഗുഡ്. ഓണത്തിന് കുറെ ഒക്കെ കിട്ടിയത്. പിന്നെ എന്തിനാ ഓണം പർച്ചേസ് വീണ്ടും പോയത്? ചുരിദാർ കിട്ടിയെന്നല്ലേ പറഞ്ഞു തന്നെ? ചുരിദാർ കിട്ടി, സാരി കിട്ടി. നല്ലത്. അത് 111 വീണ്ടും കണ്ടിന്യൂ ചെയ്തോളൂ. മറ്റൊരു ആവശ്യത്തിന് കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് ആ 50 ലക്ഷം കയ്യിൽ വരുന്നവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണം. അത് ഒരു വലിയ ചെയ്തിട്ട് വരുന്ന ഒരെണ്ണം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ താമസിയാതെ ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അതും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. JP സാറിന് ഒരു കൺഗ്രാറ്റ്സ് കേട്ടാ. JP സാറിന് ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, ഇനി ആർക്കും ഒന്നുമില്ലല്ലോ. നമുക്ക് പോവാം ക്ലാസ്സിലേക്ക്. ഉണ്ടോ? ആർക്കെങ്കിലും എന്താ പറയാനുണ്ടോ? ഗുഡ് ന്യൂസുകൾ ഒരുപാടായിട്ട് വരണം. ഗുഡ് ന്യൂസ് പറയേണ്ടത് നമ്മുടെ രാധിക എവിടെ? രാധിക ഉണ്ടോ അവിടെ? രാധിക സന്തോഷ് ഇല്ലല്ലോ. രാധിക നേരത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാധിക ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ? ഞങ്ങൾക്ക് സംസാരിക്കണ്ടോ? മ്യൂട്ട് ചെയ്ത് ഹാൻഡ് റൈസ് ചെയ്താൽ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോ? ആരാച്ചാൽ ആണ്. പെട്ടെന്ന് തുടങ്ങാം ക്ലാസ്. രാധിക ഉണ്ടോ അവിടെ? ഓക്കെ, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തായിരുന്നു. ഓക്കെ, എവിടെ രാധിക? വീഡിയോ ആണല്ലോ അല്ലേ? ഞാന് വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. ഞാനൊരു യാത്രയിലാണ്. ഞാന് വിഷ്വലൈസേഷൻ ചെയ്യാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാനത് എഴുതിയ വെച്ചിട്ടുണ്ടായിരുന്നേ. അതായത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ഇത് കൃത്യമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു കഥ പോലെ എഴുതി വെച്ചിട്ടുണ്ടായി. എനിക്കത് വിഷ്വലൈസേഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെ മെഡിറ്റേഷനും അഫർമേഷനും കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. 11 ടെക്നിക്ക് അങ്ങനെയൊന്നും അല്ല ഉപയോഗിച്ച്. വിഷ്വലൈസേഷന് പകരം ഞാനത് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇന്ന് ആ കാര്യം അതേപോലെ സംഭവിച്ചു. ഞാനിങ്ങനെ സാറോട് ഷെയർ ചെയ്യുന്നതും എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായി. അത് അതേപോലെ തന്നെ സംഭവിച്ചു. സംഭവിച്ച കാര്യം ഒന്ന് പറഞ്ഞോളൂ. പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. ഷെയർ ചെയ്യണോ സാറ്? വേണ്ട, പബ്ലിക് ഷെയർ ചെയ്യുന്നതിന് വേണ്ട. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ സാറ് അത് വിഷ്വലൈസേഷൻ കുറച്ചുകൂടി നല്ലോണം ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? വേണ്ട, ഇത് തന്നെ മെത്തേഡ്. എഴുതി വെക്കലിന്റെ അത്രയും പ്രാക്ടിക്കൽ ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ള മെത്തേഡ് വേറെ ഇല്ല. എഴുതി വെക്കുന്നത് തന്നെയാണ് ഏറ്റവും സൂപ്പർ. ഞാൻ 11 അങ്ങനെയല്ല എഴുതിയത്, ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. മതി. എന്തായാലും റിസൾട്ട് വന്നല്ലോ. ഇനി നമുക്ക് അടുത്ത ആലോചിക്കുമ്പോൾ വന്നു പ്രതീക്ഷിക്കാത്ത റിസൾട്ട് വന്നു. ഓക്കെ, രാധിക പറഞ്ഞ റിസൾട്ട് ഗ്രൂപ്പിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. രാധിക ഇപ്പൊ യാത്രയിലായതുകൊണ്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും ചെയ്യാത്ത ഒരാൾ, ആദ്യമായിട്ട് ഇതിനെ കുറിച്ചൊന്നും അറിയൂല. സാറിന്റെ വീഡിയോ നേരത്തെ പറഞ്ഞ അവരെ പോലെ യൂട്യൂബില് കണ്ടിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വന്നത്. പിന്നെ ഇതിന് മുന്നേ ഇതൊന്നും ചെയ്തിട്ടുമില്ല. ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടും ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് സാറിന്റെ ക്ലാസ്സിലാണ്. പിന്നെ ഓരോരോ ചെറിയ കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് സാറേ. ഡെയിലി ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സാർ. ഓക്കെ, ഫൈൻ. എന്താ സജീവ് പറഞ്ഞോ? സജീവ് പറഞ്ഞോ. ഞാൻ ഇവിടെ ഇതിനകത്തിപ്പോ വന്നിരിക്കുന്ന നമ്മുടെ ബഹറിലുള്ള ആശ പറഞ്ഞിട്ടാണ്. ആശയാണ് പിന്നെ പ്രോത്സാഹനം തന്നേക്കുന്നത്. ഓക്കെ, വെൽക്കം സാർ. വെൽക്കം. താങ്ക് യു ആശ. ഇപ്പൊ എനിക്ക് സാറിനോട് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഒന്ന് ആശ ഒന്ന് അഡ്മിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെഷൻസ് എടുക്കാം, എന്നിട്ട് പറയാം. അതായിരിക്കും സാറിനോട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
നോ പ്രോബ്ലം. ഓക്കെ സാർ. എന്നാലും പിന്നെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ, ആ നമ്പർ. ഓക്കെ ഓക്കെ, ശരി. സാർ, നമ്മൾ എഴുതുമ്പോ ഒരു കാര്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ, പല കാര്യങ്ങൾ എഴുതാമോ? എഴുതുമ്പോൾ ഒരു കാര്യം മാത്രം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാന് അല്ല, നമ്മള് പ്രശ്നങ്ങള് 2-3 വെച്ച് എഴുതാം. നമ്മളെ പ്രശ്നങ്ങളെല്ലാം എഴുതി വെക്കാം. അല്ലെ, ഇത്ര ദിവസം 11 ദിവസത്തേക്കുള്ളതിൽ ഇങ്ങനെ നമ്മൾ പ്രശ്നങ്ങൾ തന്നെ എഴുതിക്കോ. 10-20 പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ല, അത് മൊത്തം എഴുതി വെക്കാം. നടക്കണമെന്നും പറഞ്ഞിട്ട് നടക്കൂന്നുള്ളത് ഞാൻ എന്താ പറയണ്ടേ? പ്രശ്നങ്ങളല്ല എഴുതേണ്ടത്, നമുക്ക് വേണ്ടതിനെയാണ് എഴുതേണ്ടത്. പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതരുത്. അതെ, വേണ്ടത് തന്നെ. വേണ്ടത് നമുക്ക് അങ്ങനെ ഒന്നിച്ച് എഴുതാവോന്നാ ചോദിക്കുന്നത്. വേണ്ടത് എത്ര വേണമെങ്കിൽ എഴുതിക്കോ. നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ദൈവത്തോട് എന്താ ചോദിക്കുന്നത് അത് മൊത്തം എഴുതിക്കോളൂ. അതിന് ഒരു കുഴപ്പമില്ല. എത്രയും നിങ്ങൾക്ക് പറ്റുന്ന അത്രയും കപ്പാസിറ്റി എഴുതിക്കോളൂ. പക്ഷെ ഒരു കാര്യം ദയവ് ചെയ്ത് എല്ലാവരോടും വീണ്ടും പറയും, നിങ്ങളുടെ കഷ്ടങ്ങൾ എഴുതരുത്, പ്രശ്നങ്ങൾ എഴുതരുത്. കോമൺ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഇതൊന്നും എഴുതി വെക്കരുത്. ഞാൻ ഒരു കാര്യം കൂടി ഇപ്പൊ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു പോവാം. സാധാരണ ഡയറി എഴുതുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ? സംഭവിച്ച കുറെ ആൾക്കാർക്കുണ്ട്. ജീവിതത്തിൽ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം ഡയറിയിൽ എഴുതി വെക്കുന്ന കാര്യം എഴുതുന്ന സ്വഭാവം എത്ര പേർക്കുണ്ട്? എനിബഡി ഹാവ് ദാറ്റ് ഒരു സിസ്റ്റം? ഡയറിയിൽ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതുന്ന സ്വഭാവമുള്ളവർ എത്ര പേർക്കുണ്ട്? അങ്ങനെ എഴുതില്ല. അല്ല, എത്ര പേരുണ്ട്? ഐ എം ആസ്കിംഗ് ക്വസ്റ്റ്യൻ ടു എവരിവൺ. ഓക്കെ, ഐ വിൽ ഗിവ് യു റിസൾട്ട് ഫോർ യു. ആൻസർ പറയാം, യു അൺമ്യൂട്ട് ചെയ്തോളൂ. എത്ര പേർക്ക് ഫുള്ള് ഡയറി ഒരു ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും ഡയറി എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട്? ഉള്ളവർ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, യെസ്. അതിൽ നിങ്ങൾ അന്ന് നടന്ന സങ്കടങ്ങളൊക്കെ എഴുതുമോ? യെസ് എന്നുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സങ്കടങ്ങളൊക്കെ എഴുതുമോ? അവിടെ ദുഃഖങ്ങളൊക്കെ എഴുതുമോ? നഷ്ടങ്ങളൊക്കെ എഴുതുമോ? കഷ്ടങ്ങളൊക്കെ എഴുതുമോ? കുറെ വാക്കുകൾ കുറെ ഉണ്ടല്ലേ, ഞാൻ കുറച്ചും കൂടി എൻ്റെ വൊക്കാബിൾ നന്നാണ്. കഷ്ടങ്ങളൊക്കെ എഴുതും, നഷ്ടങ്ങൾ എഴുതും, എന്താ പറയാ, ഇമോഷൻ. വരവ് ചെലവ് എഴുതുന്ന ഡയറി അല്ല, അത് കണക്കെഴുത്താണ്, അത് വേറെ സാധനമാണ്. ഡയറി എഴുത്. എന്നാൽ ഓക്കെ, നിങ്ങൾ എഴുതുന്നവർക്കും ഇനി എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും എഴുതാത്തവർക്കുമായിട്ട് എല്ലാവർക്കും കൂടി ഒരു കാര്യം പറയാം. ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഒൺലി ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ എഴുതാവൂ. മറ്റൊരു സാധനവും ഡയറിയിൽ എഴുതരുത്. അവൻ അങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പറഞ്ഞു, അയാൾ കണ്ടു, എൻ്റെ പൈസ എത്ര നഷ്ടപ്പെട്ടു, എനിക്കിന്ന് കരച്ചിൽ വന്നു, ഞാനിന്ന് സങ്കടപ്പെട്ടു എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനം വിട്ടുപോകുകയില്ല എന്ന് മനസ്സിലാക്കുക. എന്നും ആ സാധനം അവിടെ ഉണ്ടാവും. എന്താണോ നിങ്ങൾ എഴുതുന്നത് അത് നിങ്ങളിൽ സംഭവിച്ചിരിക്കും. യാതൊരു തർക്കവും ആർക്കും വേണ്ട. അതുകൊണ്ട് എന്ത് നിങ്ങൾ ഡയറിയിൽ എഴുതുന്നു അതിന് ഒരേ ഒരു മാത്രമേ എഴുതാവൂ, ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നൽകാൻ വേണ്ടി മാത്രമേ ഡയറി എഴുത്ത് ഉപയോഗിക്കാവൂ. കുറേ അനുഭവങ്ങൾ പറഞ്ഞുതരാം കേട്ടോ, കുറേ അനുഭവങ്ങൾ പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആരും എന്നെ തല്ലാൻ വരരുത്, എളുപ്പത്തിൽ പറയാം. ശോക കവിതകളും ദുഃഖ കവിതകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകളും കഥകളും എഴുതുന്ന ആൾക്കാരുടെ ജീവിതത്തെ ഒന്ന് തൊട്ടു നോക്കിയാൽ മതി, അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. 90% ആൾക്കാരും അതിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രണയകഥകളും പ്രണയ കവിതകളും ഒക്കെ എഴുതി നടക്കുന്ന ആളെ പിടിച്ചു നോക്കിയാൽ മതി, അവരുടെ ജീവിതം പ്രണയത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ചില ആളുടെ പ്രണയങ്ങളെ കൊണ്ടുപോയി, ഞാനൊരു കവിത ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കേട്ടോ ഈ കവിതയെ പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിത, ഞാൻ എഴുതുന്ന കവിത എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവര് പ്രണയ കവിതകൾ എഴുതിയിട്ട് അവസാനം ദുരന്തത്തിൽ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കവിത വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവും. കാരണം വീണ്ടും പറയാം, നിയമം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ എന്തിരിക്കുന്നുവോ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മാത്രമാണ് ഒരു ഫണ്ടമെന്റൽ നിയമം, വേറെ ഒന്നുമല്ല, വേറെ ഒരു സംഭവമില്ല. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്താണോ നിങ്ങൾ ആലോചിക്കുന്നത്, എന്താണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതാണ് നിങ്ങളുടെ ജീവിതം അല്ലെ? നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതം. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതമായി മാറുന്നു. ഫസ്റ്റ് തോട്ട്, ദ തോട്ട്, തോട്ട്സ് ബിക്കം ആക്ഷൻ, വേർഡ്സ് ബിക്കം ആക്ഷൻ, ആക്ഷൻ ബിക്കം ലൈഫ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓരോന്നും പറയുമ്പോഴും വാക്കുകൾ, പ്രശ്നം, മറ്റു കാര്യങ്ങൾ വരുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. അതിനെ റീപ്ലേസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റില്ല.
അപ്പോൾ കടം എന്ന് ചോദിച്ചതിന് പകരം വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു. സോറി, കടത്തിന് പകരം ഉപയോഗിക്കാൻ വാക്കില്ല. കടം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വാക്കിനെ ഞാൻ പറഞ്ഞുതരാം. കടം ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് പകരം ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല, പറ്റില്ല. കടം നിങ്ങൾക്ക് വേണ്ട എങ്കിൽ അതിന് പകരം വേണ്ട വാക്ക് പറഞ്ഞുതരാൻ പറ്റും. ഗോട്ട് ഇറ്റ്? എനിബഡി വാണ്ട് ദാറ്റ്? ഇത് കറക്റ്റ് തോന്നിയോ നിങ്ങൾക്ക്? എത്ര പേർക്ക് അത് കറക്റ്റായി തോന്നി? കടം എന്ന വാക്ക് നമുക്ക് വേണമോ, കടം മാറ്റാനുള്ള വാക്ക് നമുക്ക് വേണം? ഏതാ നമുക്ക് വേണ്ടത്? അല്ലേ? കടം മാറ്റാൻ ഒരു വഴി മാത്രം കണ്ടെത്തിയാൽ മതി അല്ലേ? ധനം ഉണ്ടായാൽ മതി. ധനമുണ്ടായ കടം മാറില്ലേ? അപ്പൊ കടം എന്ന് പറയാതെ എനിക്ക് ധനം ഇല്ല എന്ന് പറയുന്നുള്ളൂ. ധനം ഉണ്ടാവുമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വരെയല്ലേ വേണ്ട ധനം? ധനം വന്നാൽ മതി. ധനം വരുന്നതിന് മറ്റു മാത്രം ചിന്തിക്കൂ, കടത്തെ പറ്റി ചിന്തിക്കരുത്. കടം കൊടുക്കണമെങ്കിൽ ധനം വരണം. അപ്പൊ ധനം വരുന്നതിന് മാത്രം ചിന്തിക്കൂ. എനിക്ക് ധനം വേണം, ധനം വേണം, ധനം വരവ്. കറക്റ്റ്, യു സെഡ് ഇറ്റ് കറക്റ്റ് വേ. ധനം വരവ്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ്. യെസ്, ഇങ്ങനെയൊക്കെ മാറണം, മാറ്റണം. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആണ്, മാറ്റിയേ പറ്റും. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിൽ വരാം അല്ലെ? ഇന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനല്ലേ. എന്താണ് ഇന്നത്തെ നമ്മുടെ കാര്യം അല്ലേ? നമുക്ക് എന്താണ് ഇവർ തന്നിരിക്കുന്നത്? ആഹാ, അയ്യോ, വീണ്ടും അത് തന്നെ വന്നല്ലേ. നമുക്ക് എന്താണ് മാറ്റേണ്ടത്? കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിന്റെ കളർഫുൾ ആക്കിയാലോ? എത്ര പേർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്? യെസ് ഒന്ന് പറയൂ. കഷ്ടപ്പാടുള്ളവരെല്ലാം ഒന്ന് പറഞ്ഞു, എനിക്ക് കഷ്ടപ്പാടുണ്ട്. അതിനെ കളർഫുൾ ആക്കാനാണെന്ന് പറഞ്ഞത്. ഓണം അല്ലേ? ഓണം മൊത്തത്തിൽ കളർഫുൾ അല്ലേ? കഷ്ടപ്പാടുള്ളവരെല്ലാം പറയും എനിക്ക് ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. നോ പ്രോബ്ലം. ഇപ്പൊ ഞാൻ വെറുതെ പറയില്ല കേട്ടോ, ഇത് റിയൽ ആയിട്ട് ചോദിച്ചതാ. ഞാൻ കഷ്ടപ്പാട് പറഞ്ഞു, സാറ് പറയും കഷ്ടപ്പാട് പറയരുത്, അത് മാറ്റണം, അത് എഴുതണം. ഇതൊന്നല്ല, ഇപ്പൊ നോർമൽ ചോദിച്ചതാ. ലീവ് ഇറ്റ്. യെസ്, കഷ്ടപ്പാടുള്ള അതിനെ മാറ്റി നമുക്കൊന്ന് കളർഫുൾ ആക്കാം. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അറിയണം അല്ലേ? വാണ്ട് ടു ബി ഹാപ്പി. ഓക്കെ, കഷ്ടപ്പാടുണ്ട് ഉണ്ട്, പോരട്ടെ. ഇന്നൊരു സ്പീഡില്ല 100 ആൾക്കാർക്ക്. സബ്ജക്ട് ഓണത്തിന്റെ ആലസ്യം തുടങ്ങിയത് കൊണ്ടാണോ? ബി ചിയർ അപ്പ്, കമാൺ. എല്ലാവരും ആക്റ്റീവായ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കഷ്ടപ്പാടുള്ളവർക്ക് എല്ലാവർക്കും കൂടി നമുക്ക് ഒരു അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ? എവരിബഡി റെഡി ഫോർ ദാറ്റ് അഫർമേഷൻ? ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇമോഷൻ ഏതാണോ അതിന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇമോഷൻ ഏതാണോ അത് ടൈപ്പ് ചെയ്യൂ. അവിടെ നമുക്ക് തുടങ്ങാം. ഞാനൊന്നും പറയില്ല, വാക്ക് പറയില്ല. വന്നു കഴിഞ്ഞു. അത് പറട്ടെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോഷൻ ഏതാണോ അത് പഠിക്കും. ഐ ആം എന്ന് കൂടി ചേർത്തുള്ളൂ അതിന്റെ മുമ്പേ. ഐ ആം. യെസ്, ബാക്കി നിങ്ങൾ ടൈപ്പ് ചെയ്ത് പോട്ടെ. പോരാ, സ്പീഡില്ല ഇന്നത്തെ ടൈപ്പ്. എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? അപ്പൊ സ്പീഡ് കുറവാണ്. യെസ്, ഇപ്പൊ വന്നു. ഐ ആം ഹാപ്പി. ധനം വരണമെങ്കിൽ ആദ്യം ഹാപ്പി ആവണം കേട്ടോ. ഹാപ്പി വന്നാലേ ധനം വരുള്ളൂ. ഐ ആം ഹാപ്പി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ ക്വിക്കായിട്ട് പോകാം. പെട്ടെന്ന് തീർക്കണം. എനിക്ക് ഓണക്കോടി വാങ്ങിക്കാൻ പോകാനുള്ളതാണ്. ഇല്ലെങ്കിൽ എനിക്ക് മേടിക്കുന്നില്ലെങ്കിൽ അവർക്കെങ്കിലും മേടിക്കണം. അവിടെ തന്നെ കഷ്ടപ്പാടിൽ പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു, കഷ്ടപ്പാടിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഹാപ്പി ആയി മാറും. സംഭവം വിട്ടു, നമ്മൾ മുന്നോട്ട് പോയി. അപ്പൊ നമുക്ക് കഷ്ടപ്പാടുകളെ പറ്റി തന്നെ പറയാം. എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ? നമുക്ക് സാധാരണയായിട്ടുള്ള കഷ്ടപ്പാട് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇതിൽ പെട്ട കഷ്ടപ്പാടുകൾക്കുണ്ടോ? കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടോ നമുക്ക്? കുറേ കഷ്ടപ്പാടുകളുണ്ടോ? എന്നാൽ ഞാൻ പറയാം, കുറേ കഷ്ടപ്പാടുകളില്ല. നമുക്ക് 6 തരത്തിലുള്ള കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ഈ 6 പെടുന്ന കഷ്ടപ്പാടുകളേ നമുക്കുള്ളൂ. അറിയണ്ടേ എന്തൊക്കെയാണ് 6 തരത്തിലുള്ള 6 കാര്യങ്ങളിൽ പെട്ട കഷ്ടപ്പാടുകളെ നമുക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് ഉണ്ടാവില്ല. അത്രയും സിമ്പിളാണ്. എല്ലാ കാര്യത്തെ നമുക്ക് സിംപ്ലിഫൈസ് കൊണ്ടുവരാം അല്ലെ? ഒന്നാമത്തെ നമ്മുടെ വിഷമം എന്ന് പറയുന്നത്, ഞാൻ ആ വാക്കിന് വിഷമം എന്ന് മാറ്റി ഉപയോഗിക്കുകയാണ്, കഷ്ടപ്പാട് എന്ന് ഉപയോഗിക്കുന്നില്ല. ഒന്നാമത്തെ നമ്മുടെ ഒരു കാര്യം നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന സംഭവം.
ഇതിൽ നോക്കിക്കോളൂ, ഇതിൽ പെട്ടതായിരിക്കാം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും. ഈ 6 പെടുന്നതായിരിക്കാം നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും. ഒന്നാമത്തേതെന്ന് വെച്ചാൽ ആരോഗ്യമാണ്. ആരോഗ്യത്തിൽ എന്തൊക്കെ വരും? ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരും അല്ലെ. ഒന്നാമത്തെ കാര്യം ആരോഗ്യം. എന്തൊക്കെയാണ്? ഭൗതികമായ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വലിയ ഭാരം വരുത്തുന്നവയാണ്. എന്തൊക്കെ ഉണ്ടാവുന്നു? ആകസ്മികമായ രോഗങ്ങൾ, ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ക്രമാതീതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തെ സങ്കീർണമാക്കുന്നു എന്നാണ് പറയുക. ആരോഗ്യ സംബന്ധമായി നമുക്ക് ഭൗതികമായിട്ടാവാം, അല്ലെങ്കിൽ മാനസികപരമായ കാര്യങ്ങളാവാം, ആന്തരികമായ കാര്യങ്ങളാവാം, മാനസികാരോഗ്യമാവാം, ഭൗതികമായ കാര്യങ്ങളാവാം. ഇത് ഏത് തന്നെ ആയാലും നമ്മളെ ആരോഗ്യകരമായി ബുദ്ധിമുട്ടിക്കും. എന്തൊക്കെ ആരോഗ്യകരമായ വിഷയങ്ങൾ വരാം? നമുക്ക് എന്താണ് വരുന്നത്? ആകസ്മികമായി ഉണ്ടാവും ചില രോഗങ്ങൾ വരാം. ഇന്നലെ ഒരാൾ എന്നോട് സംസാരിച്ച ഒരു രോഗത്തെ പറ്റി എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടത്തില്ല. എന്താണ് ഇതിന് മറുപടി കിട്ടുക, എന്തുകൊണ്ടാണ് ആ രോഗം വന്നത് എന്നുള്ളത്. അങ്ങനെ മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പൊ അതൊരു വിഷയം തന്നെയാണ്. അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഒരു റീസൺ ഉണ്ടാവും. അതവിടെ ഇരിക്കട്ടെ, ആ റീസണിലേക്ക് പിന്നെ പോകാം. രണ്ടാമത് സംഭവിക്കുന്ന ചില ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഭൂമി ഇടിച്ചൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ അഫക്റ്റ് ആയിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോ ഡെങ്കി പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വിചാരിച്ച് സംഭവിക്കുന്നതല്ല, പ്രകൃതിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അതും നമ്മുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ആ ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, വാതരോഗങ്ങൾ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് സാധാരണ രീതിയിൽ കോമൺ ആയിട്ട് കണ്ടുവരും. പനി, ജലദോഷം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആരോഗ്യ വിഷയങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇത്തരം സംഭവങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. നമ്മളിത് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വിഷമങ്ങളാക്കി മാറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സാധനം. ഈ ആരോഗ്യ പ്രശ്നം നമ്മളിൽ തന്നെയാണ് ഉണ്ടാവുന്നത് അല്ലേ? നമ്മൾ തന്നെയാണ് അതിന്റെ വിറ്റ്നസ്. അപ്പോൾ ആ വിഷമം ഉണ്ടാവാനുള്ള കാരണം ആരാണ്? മറ്റൊരാൾ കൊണ്ടുതരുന്നതല്ലല്ലോ ഇത്. ഈ വിഷമം, എനിക്കിപ്പോ ജലദോഷവും പനിയും വന്നു, ഇത് കോമൺ ആയിട്ട് ജനിച്ച കാലം മുതലേ നമുക്കുള്ളതാണ്. മരണം വരെ ഉണ്ടാവും. ഇടക്കിടക്ക് ക്ലൈമറ്റിക്കൽ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് പഞ്ചഭൂതങ്ങളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് മാറ്റം ഉണ്ടാവും. അത് പ്രകൃതി നിയമമല്ലേ. നല്ല മഴ പുറത്ത് വന്നു കഴിഞ്ഞാൽ വീട്ടിനകത്തും തണുപ്പുണ്ടാവില്ലേ? കോമൺ അല്ലേ? വീട് നമ്മൾ കംപ്ലീറ്റ് അടച്ചു വെച്ചാലും നല്ല തണുപ്പ് പുറത്തുണ്ടായാൽ വീട്ടിനകത്ത് തണുപ്പുണ്ടാകുമല്ലോ. യാതൊരു വ്യത്യാസം. അങ്ങനെയല്ലേ പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പുറത്തെ ലോകത്തിൽ ഒരു ആന്തരികമായ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം എടുക്കില്ലേ? അവിടെ ബാക്ടീരിയസും ഫംഗസും പ്രകൃതിയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെറിയ സാവകാശ സമയം എടുക്കില്ലേ? ആ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ശരീരം പനി പോലെയും ജലദോഷം പോലെയും കൊണ്ടുവരുന്നത്. എപ്പോഴും ഡോക്ടർമാർ പറയാറില്ലേ, ജലദോഷവും പനിയും ഒരിക്കലും ഒരു അസുഖം അല്ല എന്ന് പറയാറില്ലേ? അതൊരു പ്രൊട്ടക്ഷൻ മാത്രമാണ്, ബോഡിയെ ഇമ്മ്യൂൺ ചെയ്യുന്ന സിസ്റ്റമാണെന്ന് പറയാറുണ്ടല്ലോ. എത്ര പേര്, എന്നാൽ അതൊക്കെ അറിയുന്ന നമ്മൾ ഒരു ജലദോഷവും പനിയും വന്നപ്പോഴേ അയ്യോ എൻ്റെ ജീവിതം പോയേ, കഷ്ടത്തിലായേ, വിഷമത്തിലായേ, സങ്കടത്തിലായേ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ പറഞ്ഞേ. യെസ് ഓർ നോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ നോ പറയുന്നത് ഞാൻ ഇത് പറയാറേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് നോ പറഞ്ഞു. യെസ്, നോ പറയുന്ന ആളെയും കാണട്ടെ, യെസ് പറയുന്ന ആളെയും കാണട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു കവിതയുണ്ട് കേട്ടോ. ഞാൻ ആ കവിത എവിടെയോ എഴുതി വെച്ചിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. കവിത അല്ല, കൊച്ചു കഥ. ഒരു കഥയുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലൊരു ഫ്രണ്ട് വന്ന ഒരു കഥയാണ്. ഒരു ഫ്രണ്ട് 2 ദിവസം താമസിക്കാൻ എൻ്റെ വീട്ടിൽ വന്നൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഉണ്ടാവും, അത് വേണമെങ്കിൽ തപ്പിയെടുത്ത് തരാം. ക്ഷണിക്കാതെ വന്ന അതിഥി എന്നാണ് കഥയുടെ പേര്. അപ്പൊ ആരായിരിക്കും, എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ അതിഥിയെ ഞാൻ എങ്ങനെ പണ്ട് ഞാൻ ആദ്യം അതിഥി വരുമ്പോൾ എങ്ങനെയായിരുന്നു സൽക്കരിച്ചതെന്നും ഇപ്പോൾ ആ അതിഥി വരുമ്പോൾ എങ്ങനെ സൽക്കരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോ അഡ്മിൻ വന്ന വഴിയെ പറഞ്ഞു വിടാൻ പഠിച്ചു. അത് ഇങ്ങനെയാണ്. ആ കഥയിൽ അങ്ങനെയാണ് കൃത്യമായി പറയുന്നത്. അവസാനമാണ് പറയുന്നത് ആ കഥയിൽ ആരായിരുന്നു ഈ അതിഥി എന്ന്. നിങ്ങൾക്കൊക്കെ വായിക്കാൻ പറ്റുമെന്ന് ഞാൻ തരാം.
തരാം കേട്ടോ. വളരെ എങ്ങനെയാണ് ഈ സാധനത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇത്രയും ഇതെല്ലാവർക്കും അറിയാലോ, കൊണ്ടോ എല്ലാവർക്കും യെസ് ആണ് അല്ലെ. യെസ് ആയിട്ട് പോലും നമ്മളത് മാറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുന്നതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞു പോയപ്പോൾ കൺക്ലൂഷൻ കൂടി പറഞ്ഞു. ഇത് ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ഇതൊന്നും വിഷമമുള്ള കാര്യമേ ഇല്ല, അതിൽ പരിതപിക്കേണ്ട ഒരു അവസ്ഥയില്ല. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ അതിന് ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി അതിന്റെ അപ്പുറത്തുള്ളതിന് ഞാൻ മറ്റൊരു കാര്യത്തിൽ പറയട്ടെ. ഞാനിപ്പോ സിമ്പിളായിട്ട് നമ്മുടെ വിഷമത്തെ പറ്റി പറഞ്ഞു. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ദുരന്തത്വം അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻസ് നമ്മുടെ കയ്യിലില്ല. അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റൽ പവർ നമ്മൾ ഉണ്ടാക്കണം, അറിവുകൾ നമുക്ക് ഉണ്ടാക്കണം. ആ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ ഉണ്ടായാൽ മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. അപ്പൊ അതിലേക്ക് വരാൻ ഞാൻ വീണ്ടും കൺക്ലൂഷൻ പിന്നെ പറയാം. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്ന എന്തായിരിക്കും? എനിബഡി ക്യാൻ സേ ദാറ്റ്? ആരോഗ്യം കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം എന്താണ്? ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ആ വിഷയം ഇല്ലാത്ത ഒരാളായിട്ട് ദിനേശ് സാറായിക്കോട്ടെ മറ്റവരായിക്കോട്ടെ ആരും ഉണ്ടാവില്ല. യെസ് യെസ് യെസ്. ഇന്ന് ഈ പോയിന്റ് തന്നെ കുറെ പറയാനുണ്ടാവും. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഇന്ന് ഇവിടെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് കുറെ ഉണ്ട് ഈ സാധനം മനസ്സിലായി. യെസ്, സമാധാനമല്ല, മണി, വെൽത്ത്, പണം, ധനം, തൊട്ട് ധനം അല്ലെ, അത് നമുക്ക് മനപ്രയാസമാണ് നേരത്തെ പറഞ്ഞത്. ആരോഗ്യകരമായ വിഷയങ്ങളാണ്, മാനസിക ശാരീരിക ആരോഗ്യത്തിൽ വരുന്നതാണ് മനപ്രയാസമൊക്കെ. രണ്ടാമത് നമുക്കുള്ള വെൽത്താണ്. വെൽത്തിന്റെ വിഷയമാണ് നമുക്കുണ്ടാവുന്നത്. എന്തൊക്കെയാണ് വെൽത്തിൽ ഉണ്ടാകുന്നത്? സാമ്പത്തിക പ്രതിസന്ധി, പണം നഷ്ടപ്പെടൽ, വരുമാനം കുറയൽ, കടം എന്നിവ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നു. അല്ലേ? രണ്ട് കാര്യങ്ങളിൽ പെട്ടത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൂ. രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽപ്പെട്ട പ്രശ്നങ്ങൾ, വിഷമങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അല്ലെ? രണ്ടെണ്ണം കഴിഞ്ഞു. ധനത്തിന്റെ വിഷമങ്ങളുണ്ട് എന്ന് പറയുന്നവർ എത്ര പേരുണ്ടാവും? കുറെ പേരുണ്ടാവും. ധനത്തിന്റെ വിഷമങ്ങളുണ്ട് അല്ലെ, യാഥാർത്ഥ്യം അവിടെ ഇരിക്കട്ടെ. ഇത് എത്രയുണ്ട് നോക്കാം. മൂന്നാമത്തെ വിഷയം ബന്ധങ്ങൾ. യെസ്, സെഡിറ്റ്, ബോധം. മൂന്നാമത്തെ വിഷയം ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണ്? കുടുംബ ബന്ധത്തിൽ, സൗഹൃദങ്ങളിൽ, പ്രണയങ്ങളിൽ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, തർക്കങ്ങൾ, മോഹഭംഗം, നമ്മൾ വിചാരിച്ച് കിട്ടാതിരിക്കുന്ന അവസ്ഥ, പെട്ടെന്നുള്ള എന്താ പറയാ അകന്നുപോക്ക്, പാർട്ട്നേഴ്സ് തമ്മിലുള്ള അകന്നുപോക്ക്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള ബന്ധം അകൽച്ച, ഇങ്ങനെയൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. അല്ലെ? 3 കാര്യങ്ങൾ പറഞ്ഞു, മാർക്ക് ചെയ്ത് വെച്ചോളുക. ഇതിൽ പെട്ടതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. നാലാമത്തെ വിഷമം എന്താണ് നമുക്ക് വരുന്നത്? നാലാമത്തെ വിഷമം വരുന്നത് നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓഫീസിൽ നടക്കുന്ന ഒരുപാട് സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോകൽ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അതിനുള്ള പ്രഷർ, ഓഫീസിൽ നിന്നുള്ള വലിയ പ്രഷറുകൾ, ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ആണല്ലോ, വല്ലാണ്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇനി അടുത്ത ഒന്നാമത്തെ ഒരു കാര്യം, 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ കുറവ്. നമ്മളിൽ ആത്മവിശ്വാസമില്ല, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ള കുറവ്. പലപ്പോഴും വ്യക്തികൾ അവരിലെ കഴിവുകളിൽ സംശയവും നിരാശയും അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിൽ ആത്മവിശ്വാസ കുറവുണ്ടാവുന്നത്. അല്ലെ? നമ്മളുടെ കഴിവിനെ പൂർണ്ണമായി നമുക്കറിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസ കുറവുണ്ടാവുമോ? നമ്മൾ വ്യക്തമായി നമ്മളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസ കുറവുണ്ടാവില്ല. കാരണം അതിൽ ഒതുങ്ങുന്നതേ നമ്മൾ ചെയ്യുള്ളൂ, അതുമായി ബന്ധപ്പെട്ടേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ആത്മവിശ്വാസ കുറവ് കൊണ്ട് പലപ്പോഴും നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒരു ഉദാഹരണം മാത്രം പറയാം, ഒറ്റ ഉദാഹരണം പറയാം. ഇന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞൊരു ഉദാഹരണമാണ്. പുള്ളി ഭയങ്കര ടെൻഷനിലാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്താ പറ്റി നിന്റെ ഇതാ ടെൻഷൻ? പുള്ളി ടെൻഷനൊക്കെ അല്ല, അതല്ല, എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ദിനേശ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ പറഞ്ഞു, വിഷയം പറയൂ. വിഷമം വളരെ എളുപ്പമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. അല്ലാത്ത വിഷമം, രാവിലെ മുതലേ പുള്ളി ഭയങ്കര വിഷമത്തിലാണ്. എന്തായിരുന്നു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്റെയും ഫ്രണ്ട് ഒരു അത്യാവശ്യമായിട്ട് ഒരു 5 ലക്ഷം രൂപ കടം ചോദിച്ചു. അത്യാവശ്യമാണ്, കടം കിട്ടിയേ പറ്റും.
അത്യാവശ്യമാണ്, റിയലി അത്യാവശ്യമാണ് കേട്ടോ, റിയൽ ആയിട്ടും അത്യാവശ്യമാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ടിന്റെ കയ്യിൽ കൊടുക്കാൻ കാശില്ല. അവന്റെ ആവശ്യം വളരെ ജെന്യുവനായത്, കിട്ടിയേ പറ്റുള്ളൂ. ആവശ്യം വളരെ ജെന്യുവനാണത്, കൊടുക്കാൻ പറ്റാത്തതിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവനൊരു കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് നൽകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം. ഇത് റിയൽ അല്ലേ? റിയലായ സങ്കടമല്ലേ അത്? ഭയങ്കര വിഷമമായി. എന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പണ്ടവൻ എന്നെ സഹായിച്ചിരുന്നു, ഞാനിപ്പോ സഹായിക്കാൻ പറ്റിയില്ല, എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി, ഇതൊക്കെ. അപ്പോ ഇത് നമ്മൾക്ക് നമ്മളുടെ ആത്മവിശ്വാസ കുറവാണ്. കാരണം ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, വേറെ വഴികൾ എന്തൊക്കെയുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ അതിലിങ്ങനെ ഡിഗ് ചെയ്ത് ആലോചിച്ച് വിഷമം അനുഭവിച്ച് ചിലപ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന വിഷമമേ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം ഉണ്ടാവില്ല, പെട്ടെന്ന് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ കിടന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമ്മൾ സമയം കൂടി ശ്രദ്ധിക്കണം. ഇന്ന് ക്ലാസ് കുറച്ച് എല്ലാവർക്കും ഓണ ആഘോഷമാണ്, നാളെയും മറ്റന്നാളൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട, ആത്മവിശ്വാസക്കുറവ്, അങ്ങനെ ഒരുപാട് ഉദാഹരണം പറയണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടാവും. നമുക്കൊന്ന് അടുത്ത ഒരു 6ാമത്തെ പോയിന്റ് പറയാം. അപൂർവമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപൂർവമായ സാഹചര്യങ്ങൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ആളുകളെ വിഷമഘട്ടത്തിലെത്തിക്കുന്നു എന്നുള്ളത്. ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വിഷമം ഘട്ടത്തിൽ എത്തിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കതിനെ പ്രകൃതിയുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റാത്ത ഘടകമാണ്. അതിന് ഉത്തരം ഞാൻ പറയാം. ഇത്തരം 6 കാര്യങ്ങളിൽ പെട്ടത് മാത്രമേ നമ്മളുടെ വിഷമങ്ങളായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈ വിഷമങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇതിൽ പെട്ടതാണ് ഈ സംഭവങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ മാറ്റപ്പെടുത്തുക എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. ഇതല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ പെട്ടത് എങ്ങനെ മാറ്റപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് ജീവിതം കളർഫുൾ ആയിക്കൂടെ, വണ്ടർഫുൾ ആയിക്കൂടെ, സമൃദ്ധിയാക്കിക്കൂടെ. എല്ലാം ഈ വിഷമങ്ങൾ ഇരുത്താൻ പറ്റുമോ? മറ്റൊരാൾ ചോദിക്കുന്ന കടം ചോദിക്കുന്ന പൈസ നമുക്ക് എല്ലാ സമയത്തും നൽകാൻ നമ്മളിൽ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റില്ല. ആരോഗ്യകരമായ വിഷമങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? എന്നുവെച്ചാൽ ആരോഗ്യത്തിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ പനിയും ജലദോഷം വരുന്ന പോലുള്ള ഉദാഹരണം പറഞ്ഞുകൊണ്ട് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അപകടങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് തടയാൻ പറ്റുമോ? ഇല്ല. വെൽത്തിനെ പറ്റിയിട്ടുള്ള നമുക്കുള്ള ആങ്സൈറ്റി നമുക്ക് കുറക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ വളരെ ചിട്ടയായി ജീവിച്ചാൽ പറ്റും. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? കുറച്ച് ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. എനിബഡി വാണ്ട് ദിസ്? കോമൺ ആയിട്ട് പറയാണ്, 1 by 1 ആയിട്ട് പറയാൻ പറ്റില്ല. ഈ ടെക്നിക്ക് ഇത് പറയുന്നതിനെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. വേണോ? എത്ര ഒരു 3-4 പോയിന്റ് മാത്രം പറഞ്ഞു തരാം കേട്ടോ. വേണോ? ഓക്കെ, ഇവിടെ നമ്മള് ഒന്നാമതായി ചെയ്യേണ്ട ടെക്നിക്ക് മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിനെ പാകപ്പെടുത്തുക. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളതാണ്. ഇതിനെ കൃത്യമായി ബാലൻസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. അതിന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് സാധ്യമാകും. മനസ്സിനെ പാകപ്പെടുത്തുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു പ്ലാനോടുകൂടി, ഇന്റൻഷനോടുകൂടി മനസ്സിനെ ഇരുത്തി നമ്മുടെ വരുതിയിൽ നിർത്തുന്ന രീതിയിൽ മനസ്സിനെ നമ്മൾ കേന്ദ്രീകൃതമാക്കണം. എന്താണ് കേന്ദ്രീകൃതമാക്കേണ്ടത്? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകൃതമാക്കണം. ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ മറ്റൊരു ദുരന്തമുണ്ടായാലോ നമ്മുടെ യാത്രയിൽ നമുക്ക് കുറ്റബോധം തോന്നാത്ത രീതിയിൽ മനസ്സിനെ കേന്ദ്രീകരിക്കണം. അതിന് മുമ്പേ ഒരു കാര്യം നമ്മൾക്കുണ്ടാക്കണം. ഈ മനസ്സിനെ കേന്ദ്രീകരിക്കണമെങ്കിൽ എവിടെയെങ്കിലും ഒരു സാധനം വേണ്ടേ? ഈ മനസ്സിങ്ങനെ അലഞ്ഞു നിൽക്കുന്ന കുതിരയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ മനസ്സിനെ ഒന്ന് കടിഞ്ഞാൻ ഇടണമെങ്കിൽ നിർത്തണമെങ്കിൽ ആദ്യം കടിഞ്ഞാൻ വേണം, അല്ലെ? കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ വേണം. അപ്പൊ ആ കടിഞ്ഞാൻ നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതിന് പറയുന്ന പേരാണ് ലക്ഷ്യം സൃഷ്ടിക്കുക എന്നത്. ഒരു ലക്ഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ
പനി വന്നാലും ജലദോഷം വന്നാലും രോഗം വന്നാലും അല്ലെങ്കിൽ മറ്റെന്ത് വന്നാലും നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യും. എനിക്കിന്ന കാര്യമാണ് നേടേണ്ടത്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരോഗ്യപരമായ വിഷയം ഉണ്ടാകുമ്പോൾ അപ്പം നമ്മൾ പറയും നോ. ആരോഗ്യകരമായ വിഷയം മാനസികമായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ കൃത്യമായി ഒരു സംഭവത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ആരോഗ്യ വിഷയം വന്നിട്ട് കാര്യമില്ല, അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ലേ എത്രയോ ആൾക്കാർ ബ്ലഡ് ക്യാൻസർ ഒക്കെ വന്നിട്ട് ഓവർകം ചെയ്ത് വന്ന ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരെ നമ്മൾ ഉദാഹരണം എടുക്കുക, അവരാ കറേജ് വിടില്ല. എനിക്ക് ഇന്നതായേ പറ്റുള്ളൂ, അതവർ വിടില്ല. എത്ര പേര് മരണത്തിന് തിരിച്ചു വന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് ആ ലക്ഷ്യം നിർവഹിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വിശദമായി നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ വരുന്നതിന് ഒന്നും നമ്മൾ ബാധിക്കില്ല. ബാധിക്കുമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഒരാൾക്ക് ഇപ്പൊ ഒരു പനി വന്നു, ഇപ്പൊ ഞാൻ ഒരു മാസം ഇത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യണമെന്നുള്ള തീരുമാനിച്ച എന്റെ ലക്ഷ്യമാണെന്ന് കരുതിക്കോ. ഒരു ദിവസം പനി വന്നു, ഞാൻ എന്താ ഞാൻ ചെയ്യാന്നറിയോ? ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അന്ന് വൈകിട്ടാകുമ്പോ ഇരുന്നിട്ട് പരിതപിച്ച് കംപ്ലീറ്റ് എന്താ പറയാ പണ്ടാറടങ്ങിയിട്ടുണ്ടാവും. അയ്യോ ഇന്ന് ഓഫീസിൽ പോകാൻ പറ്റില്ല, ഇന്ന് എനിക്ക് ഓർഡർ വന്നില്ല, ഇന്ന് എനിക്കിത് വന്നില്ല, ആകെ പോയി, നാളെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്നത്തെ ദിവസം ഒന്ന് കുറഞ്ഞു. ഇതല്ലേ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയാൽ ഇന്നൊരു ദിവസം നാളെ ഡബിൾ ചെയ്യാമെന്നുള്ള ഒറ്റ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായ പോരെ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇന്ന് പനിയാണ്, ഞാൻ റെസ്റ്റ് എടുത്തു, ഐ ആം ടേക്കിംഗ് റെസ്റ്റ്. ഇന്ന് എടുത്ത റെസ്റ്റ് നാളെ എനിക്ക് പൂർണ്ണമായി ശക്തമായി ഉപയോഗിക്കാൻ പറ്റില്ലേ? പ്രൊട്ടക്ട്. നമ്മൾ മൈൻഡിലേക്ക് നിന്ന് കയറാതെ നമുക്ക് ഉറങ്ങിയപ്പോൾ 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങി എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. പക്ഷേ എല്ലാ ദിവസവും ഉറങ്ങിയാൽ സംഭവിക്കും. ഒരു ദിവസം ഉറങ്ങിയാൽ, ഞാൻ പറഞ്ഞ വാക്ക് ഒരു ദിവസം ഉറങ്ങിയാൽ കുഴപ്പമില്ല. ആ ഒരു ദിവസം എല്ലാ ദിവസവും ആയിക്കഴിഞ്ഞാൽ മടക്കി കെട്ടി വെട്ടിപ്പോവാം. ഇങ്ങനെ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം. നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴികൾ പല ഇതും ഉണ്ടാവും, തിരിവ് മറിവുകൾ ഉണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് അവിടെ എത്താൻ പറ്റണം. ഇതിന് പാകപ്പെടുത്തണം മനസ്സിനെ. അതിന് ഞാൻ പാകപ്പെടുത്താനായിട്ട് ഞാൻ തരുന്ന ഒരു സമ്മാനമാണ്, നമ്മുടെ അടുത്തുള്ള ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ മനസ്സിനെ പാകപ്പെടുത്തുക. മനസ്സ് ഒരു വിസ്മയം അല്ലെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ്. ഇത് കംപ്ലീറ്റ് മനസ്സിനെ പാകപ്പെടുത്തുന്ന സാധനമാണ്. മനസ്സിനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് അതിനകത്ത് പഠിപ്പിക്കുന്ന കോഴ്സാണ്. അത് വളരെ കൃത്യമായി അതിനകത്ത് പാകപ്പെടുത്തി എല്ലാവർക്കും അമേസിംഗ് ആയിട്ട് മാറ്റപ്പെടുത്താനും പറ്റും. രണ്ടാമത്തെ കാര്യം, ഇത് മനസ്സിനെ പാകപ്പെടുത്തണമെങ്കിൽ, ലക്ഷ്യമുണ്ടാവണമെങ്കിൽ നമ്മൾ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പോസിറ്റീവ് ആയിരിക്കണം. നമ്മൾ കറേജ് ആയിരിക്കണം. നമ്മൾ പോസിറ്റിവിറ്റി ഉണ്ടാവണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു മാർഗം 2 കാര്യങ്ങളാണ് ഒന്നിച്ചാണ് ചെയ്യുന്നത്: മെഡിറ്റേഷനും അഫ്രിമേഷൻ പ്രാക്ടീസും. പോസിറ്റീവ് അഫ്രിമേഷൻ വിത്ത് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്ത ഉടനെ തന്നെ പോസിറ്റീവ് അഫ്രിമേഷൻ ചെയ്യുമ്പോൾ മാറ്റം ഭയങ്കരമായിട്ട് നടക്കും. നേരത്തെ JP പറഞ്ഞു കേട്ടില്ലേ, എല്ലാ ദിവസവും എഴുതി വെച്ചു. മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ എഴുതി വെച്ചു. മെഡിറ്റേഷൻ തുടങ്ങുമ്പോഴും അത് തന്നെ പറഞ്ഞു. സംഭവിച്ച എത്ര ദിവസം? വെറും 10-15 ദിവസത്തിനകത്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞു. തമാശ ഞാനായിട്ട് പറയണല്ലോ, അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ എൻ്റെ അടുത്ത് പഠിക്കണം എന്നല്ല ഈ പറഞ്ഞത് കേട്ടോ, നിങ്ങൾ എവിടെയും പഠിക്കാം. ഇത് പഠിക്കണം, കൃത്യമായി സിസ്റ്റം പഠിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് എഴുതണം. ആക്സെപ്റ്റൻസോടെ എഴുതണം. അവിടെ വിശ്വസിക്കണം. നിങ്ങളുടെ ചിന്തകളെ മാറ്റണം, ചിന്തിക്കണം, എന്നിട്ട് വിശ്വസിക്കണം. വിശ്വാസം അടുത്ത പോയിന്റാണ്. വിശ്വാസം. നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്, ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു, അല്ലേ? അപ്പൊ എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതേപോലെ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടാവണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേരിട്ട് എത്തുമെന്നുള്ള വിശ്വാസം, അത് നമുക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ശങ്കയോ സംശയമോ ഇല്ലാതെ അത് അനുഭവപ്പെടുത്തുന്നതായി ചിന്തിക്കണം. വിശ്വാസം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രധാന ഘടകമാണ്.
അതിലൂടെ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്നവർക്കായാലും ജേർണി ടു ഹാപ്പിനെസ് പഠിക്കുന്നവർക്കായാലും മണി മാനിഫെസ്റ്റേഷൻ എടുക്കുന്ന ആൾക്കോ സോൾ മാനിഫെസ്റ്റേഷൻ എടുക്കുന്ന ആൾക്കോ ഏറ്റവും ഫണ്ടമെന്റലായിട്ട് ഞാൻ പറയുന്നത് വിശ്വാസത്തോടെയുള്ള ചിന്ത. നിങ്ങളുടെ ചിന്ത എന്താണോ അത് വിശ്വസിക്കുക, അത് പൂർണ്ണമായിട്ടും ലഭിക്കുമെന്നുള്ളത്. അത്രയും ക്ലിയർ ആയിട്ട് നിൽക്കണം. എല്ലാ ചിന്തകളും പോസിറ്റീവായിരിക്കണം. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇല്ല എന്നല്ല അർത്ഥം. നെഗറ്റീവ് ചിന്തയിൽ മേൽ പോസിറ്റീവ് ചിന്തകൾക്ക് ആധിപത്യം ഉണ്ടാവണം. നെഗറ്റീവ് ചിന്ത ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമേ ആവില്ല. നിങ്ങൾ എന്ത് സിസ്റ്റം എടുത്താലും അങ്ങനെ ഒരു പോസിബിലിറ്റി ലോകത്തില്ല. അത് ഉണ്ടാകും. പക്ഷേ എവറി നെഗറ്റിവിറ്റി റീപ്ലേസ് വിത്ത് എ പോസിറ്റീവ് തോട്ട്. എവറി നെഗറ്റീവ് തോട്ട് യു റീപ്ലേസ് വിത്ത് എ പോസിറ്റീവ് തോട്ട്. അത് വരുമ്പോൾ അതിനെ പോസിറ്റീവായി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതാണ് ചെയ്യുന്നത്. അതിനാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കുന്നത്. ജേർണി ടു ഹാപ്പിനെസ്സിൽ എന്താണ് മാലിന്യങ്ങൾ, അതെങ്ങനെ സംഭവിക്കുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ കൃത്യമായി പഠിപ്പിക്കും. ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു, മാനിഫെസ്റ്റേഷൻ ഇത് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലും ജീവിതത്തിൽ ആവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു തരാം. അതിൽ പറയുന്ന പേരാണ് ആക്ട് ആസ് ഇഫ് എന്ന്. ആക്ട് ആസ് ഇഫ്. നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് നിങ്ങൾ അതായി തീരുക. എന്ന് വെച്ചാൽ എനിക്കൊരു സ്പീക്കർ ആവണം, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആവണം, നല്ലൊരു കോച്ച് ആവണം, നല്ലൊരു മെന്റർ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഞാൻ അതായി തീരണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയല്ല, അതുപോലെ ഞാൻ പ്രസരിക്കണം, അതുപോലെ ഞാൻ പ്രവർത്തിക്കണം. എവിടെ? എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രവർത്തിക്കണം. അതങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ, അത് അങ്ങനെ സംഭവിച്ചു എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങണം. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും മാറും, അതായിത്തീരും. പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങണം. ആ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അതായിത്തീരുക തന്നെ ചെയ്യും. ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്. നിങ്ങൾക്കൊരു ധനവാനാവാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ധനവാനായി തീരണം. പണം കയ്യിലില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മാനസികമായി ധനവാനാവുന്ന തടസ്സമില്ല. കോട്ട് മേടിക്കാൻ ചിലപ്പോൾ കാശില്ലെന്നേ ഉള്ളൂ, വേണ്ട. കോട്ട് ഇട്ടതായി നിങ്ങൾക്ക് ഭാവിക്കുന്നതിന് വിഷയമില്ല. അതിനെ ചിന്തിക്കുന്നതിന് തെറ്റില്ല. ഇന്നലെ ഒരാൾ പറഞ്ഞ പോലെ, എനിക്ക് അങ്ങനെ ഇന്നേയും ഞാനത് അങ്ങനെ വലിയ ബിസിനസ്സുകാരനായെങ്കിൽ വലിയ ബിസിനസ്സുകാരനാണ് എന്ന് ചിന്തിക്കുന്നതിന്റെ തെറ്റ്. അങ്ങനെ ഭാവനയെ കൂട്ടണം, ഭാവന എഴുതണം. അതുമായി നിങ്ങൾ ഭാവനപ്പെടണം, അത് എഴുതി വെക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. അത് സന്തോഷം നൽകുക തന്നെ വേണം. അതിന് പറയുന്ന പേരാണ് ഗീവ് ആൻഡ് റിസീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നൽകാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് പറയുന്ന പേരാണ് ഗീവ് ആൻഡ് റിസീവ്. കൊടുത്താൽ മാത്രം കിട്ടും. ആദ്യം കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്? പോരട്ടെ 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 എന്ന് മാത്രമാണ്. ഇങ്ങനെ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഇല്ലേ ഇല്ല. നിങ്ങൾ ദൈവത്തിന് കൈ കണ്ടിട്ടുണ്ടോ? ദൈവം എപ്പോഴും ഇങ്ങനെയാണ് തരുന്നത്, അല്ലെ? ഇങ്ങനെ. നമ്മൾ എപ്പോഴും ഇങ്ങനെ, മനുഷ്യൻ എപ്പോഴും ഇങ്ങനെയാണ്. എല്ലായിടത്തും കണ്ടിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും ദൈവത്തിന് മുമ്പിൽ പോയി ഇങ്ങനെ. അപ്പൊ എപ്പോഴാണ് നമ്മൾ കൊടുക്കണേ? കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. കൊടുത്തത് എല്ലാവർക്കും കിട്ടും. എന്ത് നിങ്ങൾ കൊടുത്തോ അത് കിട്ടി തന്നെ ചെയ്യും, ഒരു തർക്കവും ഇല്ല, അല്ലേ? ചിലവർക്ക് കിട്ടിയിട്ടുണ്ട്, കടം കൊടുത്ത് കടം തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ അല്ലേ? ദേഷ്യം കൊടുത്തു, ദേഷ്യം കുറേ വാങ്ങിച്ചു വെച്ചു. സങ്കടം കൊടുത്തു, പിന്നെ കിട്ടുന്ന മൊത്തം സങ്കടം. എവിടെ പോയാലും സങ്കടം തന്നെയാണ്. കൊടുത്തത് എന്താ? സങ്കടമാണ്. കിട്ടുന്നതോ അത് തന്നെ കിട്ടും, അല്ലേ? ഇപ്പൊ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ കൂടിയതിനു ശേഷം എല്ലാവർക്കും നല്ല ചിരിയാണ്. അതുകൊണ്ട് പുറത്ത് എല്ലാവരും ചിരിക്കുന്നു, സന്തോഷത്തോടെ പെരുമാറുന്നു. കാരണം ഇത് ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് ഇങ്ങോട്ട് പോരട്ടെ, ഞാൻ പറയുന്നത് എനിക്ക് തരാനല്ലേ വരട്ടെ, ചോദിച്ചു മേടിക്കല്ലേ, പോരട്ടെ, ടൈപ്പ് വരട്ടെ. എനിക്കെന്തോ തരാണ്ടല്ലോ ഇത്രയും പറഞ്ഞ സമയത്ത്.
എന്താ നിങ്ങൾക്ക് ആവശ്യം? എന്നിൽ നിന്ന് ഇപ്പൊ എന്താ ആവശ്യം? അത് പോരട്ടെ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യം? അത് നിങ്ങൾ തന്നാ മതി. യെസ് യെസ് യെസ്, മനസ്സിലായി അല്ലേ? മടി കാണിക്കണ്ട. ഇത് കിട്ടണമെങ്കിൽ ഇത് കൊടുത്തേ പറ്റൂ. വളരെ സിമ്പിളാണ്. ലവ് അൺകണ്ടീഷൻ ലവ് വിത്ത് എവറിബഡി. എല്ലാവർക്കും കൊടുക്കുക. ഈ കൊടുക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കയ്യിലിരിക്കണ മൊബൈൽ ഫോൺ കൊണ്ടുപോയി കൊടുക്കലോ 10,000 രൂപ കൊടുക്കലോ നിങ്ങളെ വീട് എഴുതി കൊടുക്കലോ ഒന്നും അല്ലട്ടോ. അതൊന്നും അല്ലട്ടോ കൊടുക്കൽ. അങ്ങനെ കൊടുത്താൽ അപ്പൊ നിങ്ങൾ ചോദിക്കോ, എന്നിപ്പോ സാർ ഇത് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീടും പുരയിടും ഞാൻ ഒരാൾക്ക് എഴുതി കൊടുക്കാം, എന്നാ പിന്നെ എനിക്ക് കിട്ടുമല്ലോ, വേറെ കിട്ടുമല്ലോ. അങ്ങനെയൊന്നും അല്ലട്ടോ. അതൊന്നും പോയി ചെയ്തേക്കല്ലേ. അങ്ങനെയൊന്നും അല്ല ഈ ലോകത്തെ കാര്യം നടക്കണേ. നമ്മൾക്ക് നിസ്വാർത്ഥമായി പറ്റുന്ന കാര്യങ്ങൾ എങ്ങ് കൊടുക്കുക. അത് എളുപ്പമാണ് അല്ലേ? സ്നേഹം നമുക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ സ്നേഹം കൊടുക്കണം എന്ന് പറയണേ. ദേഷ്യം വേണമെന്ന് ആരും ആഗ്രഹിക്കാറില്ല, അതുകൊണ്ട് ദേഷ്യം കൊടുക്കണമെന്ന് നമ്മൾ പറയാറില്ല അല്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ? സിമ്പിൾ ആയല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അപ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വിഷയവുമില്ല. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷൻ വേണം, ഒരു വിഷ്വലൈസേഷൻ വേണം, ഒരു മെഡിറ്റേഷൻ വേണം, വേണ്ടല്ലേ? ഈ മെഡിറ്റേഷൻ ഞാനിവിടെ ഇരുന്നാൽ എന്റെ വീട്ടിൽ നിന്ന് തന്നെ പിടിച്ച് പുറത്താക്കൂലേ? ഓണക്കോടി മേടിച്ചു കൊടുക്കാൻ പോണ്ടേ? നമുക്ക് നാളെ ഒരു മെഡിറ്റേഷൻ തരാം കേട്ടോ. എല്ലാവർക്കും നാളെ തരാം. ഇനി ഞാൻ പോട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് നാളെ അടിപൊളിയായിട്ട് ഓണത്തിന്റെ സമ്മാനം, ഓണം വിഷ്വലൈസ് ചെയ്യാം കേട്ടോ. മറ്റന്നാൾ നമ്മൾ നടക്കുന്ന ഓണാഘോഷത്തെ നാളെ രാത്രി നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? 12 മണി വരെ ഷോപ്പുണ്ട്, പക്ഷെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ഇരിക്കണം. അല്ലേ? വേണ്ട, ഉറങ്ങണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെഡിറ്റേഷനും കൂടി, ഒരു വിഷ്വലൈസേഷൻ നടത്തിയിട്ട് മറ്റന്നാളത്തെ ഓണാഘോഷം നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവരും ഉണ്ടാവില്ലേ ഓണാഘോഷത്തിന് മറ്റന്നാള്? നമ്മൾ തീർന്നു. എല്ലാവരും ഉണ്ടാവില്ലേ? അൺമ്യൂട്ട് ചെയ്ത് ഓക്കെ പറഞ്ഞോളൂ. എവരിബഡി വിൽ ബി ദേർ ടുമോറോ. മറ്റന്നാൾ ഓണാഘോഷം രാത്രി എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി വന്ന് ലാസ്റ്റത്തെ പായസം കുടിച്ചിട്ട് നമുക്ക് 10 മണിക്ക് ഇരിക്കാം. നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരൊക്കെ പറയണേ, അഡ്മിൻ ഇത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെഷൻ ഇവിടെ യൂട്യൂബിന്റെ ആൾക്കുള്ളവർക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി ജനറൽ ഡിസ്കഷൻ ഉണ്ട്, ഒരു 5 മിനിറ്റ് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകാം. ഓക്കെ, താങ്ക് യു ഓൾ. യൂട്യൂബ് വീഡിയോ കാണുന്നവർ ഓണാഘോഷത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കൊള്ളുന്നു. സൺഡേ ഈവനിങ് 9 PM ഇന്ത്യൻ സമയത്ത് നമ്മുടെ ഓണാഘോഷം ലൈവായിട്ട് നടക്കും. അപ്പൊ എല്ലാവരെയും യൂട്യൂബ് കാണുന്നവരും ക്ഷണിക്കുന്നു. ഞാൻ യൂട്യൂബിൽ ലൈവ് കണക്ട് ചെയ്യാം എന്നാണ് എൻ്റെ ആഗ്രഹം. ലൈവ് കണക്ട് ചെയ്യാൻ പറ്റുന്ന നോക്കാട്ടോ. അപ്പോൾ ആണെങ്കിൽ ലൈവ് എല്ലാവർക്കും 9 മണിക്ക് അവിടെ ലൈവായി കാണാം. ഓക്കെ, അപ്പോൾ ശുഭരാത്രി, ശുഭനിദ്ര. യൂട്യൂബ് കാണുന്നവർക്ക് എന്താ പറയാ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി ജനറൽ ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു.